കണ്ണൂരിൽ നടന്ന ഒരു ദുരന്തം മാത്രമല്ല, അതൊരു മനുഷ്യന്റെ ക്രൂരതയാണ്. അതേസമയം മാറ്റി എഴുതപ്പെടാത്ത കാലഹരണപ്പെട്ട ഒരു നിയമത്തിന്റെ പരാജയം കൂടിയാണ്. കോടതി പറഞ്ഞു കുട്ടികളെ അമ്മയുടെ ഒപ്പം വിടണമെന്ന്. അമ്മയുടെ ഒപ്പം പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികളെ അച്ഛൻ്റെ ഒപ്പം കൊണ്ടുപോയി മരണത്തിലേക്ക്. ഈ വാർത്ത കേട്ടിട്ടും ഇനിയും നമ്മൾ പറയുമോ ഇത് നിയമത്തിന്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കുറ്റമല്ല എന്ന്? ഇനിയും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഈ നിയമത്തിന്റെ പോരായ്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ പറയാം, കുട്ടികളെ കൊന്നിട്ടുള്ളത് അവരുടെ അച്ഛനാണ്. അതൊരു ഗുരുതരമായ കുറ്റമാണ്. അയാളൊരു കുറ്റവാളിയാണ്. പക്ഷെ കുറ്റവാളി എന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഈ ചർച്ച ഇവിടെ നിർത്തുന്നത് ശരിയാണോ? അല്ല. കുറ്റവാളിയെ മാത്രം ചൂണ്ടിക്കാണിച്ച് നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ നാളെ ഇതുപോലൊരു അച്ഛനും ഇതുപോലൊരു അമ്മയും ഇതുപോലുള്ള കുട്ടികളും വീണ്ടും ഉണ്ടാകും. നമ്മുടെ ഈ കസ്റ്റഡി സിസ്റ്റം ഇല്ലേ, അതായത് കുട്ടികളുടെ കസ്റ്റോഡിയൻ ആരാണ് എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു സിസ്റ്റം, ഈ സിസ്റ്റത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സിസ്റ്റം നിൽക്കുന്നത് തന്നെ ഒരു കള്ളത്തരത്തിന്റെ മേളിലാണ്. കുട്ടികളുടെ താല്പര്യം അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഡിവോഴ്സ് ആകുന്ന സെപ്പറേറ്റഡ് ആകുന്ന ഒരു കപ്പിൾ, ഒരു ഭാര്യയും ഭർത്താവും സെപ്പറേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതിൽ കുട്ടികൾക്ക് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് അവിടെ കോടതി തീരുമാനിക്കുന്നത് എന്നാണ് ഈ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് കുട്ടികളെ എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ വിടും, അമ്മയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ വിടും എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ എല്ലാവരും സംഭവിക്കുന്നത്? അങ്ങനല്ല. കുട്ടികളുടെ താല്പര്യം എന്താണെന്ന് കോടതി അന്വേഷിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം കേസുകളിലും കോടതി അന്വേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താരതമ്യേന റിസ്ക് കുറഞ്ഞത് ഏത് മാർഗമാണ് എന്നാണ് കോടതി അന്വേഷിക്കുന്നത്. ആ മാർഗം ഏതാണെന്നറിയോ? അമ്മയുടെ കൂടെ വിട്ടാൽ കുട്ടികൾ സേഫ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് അമ്മയുടെ കൂടെയാണ് കുട്ടികൾ സേഫ് എന്നുള്ള കാര്യം കോടതി തന്നെ ഡിഫാൾട്ടായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അച്ഛനാണ് തെളിയിക്കേണ്ടത് അച്ഛൻ്റെ കൂടെ, അല്ലെങ്കിൽ ഡിഫാൾട്ടായിട്ട് അമ്മയാണ് സേഫ്. മനസ്സിലായില്ലേ? ഇനി ഞാൻ സേഫാണ്, കുട്ടികൾ എൻ്റെ കൂടെ സുരക്ഷിതരായിരിക്കും എന്നുള്ള കാര്യം അച്ഛൻ തെളിയിക്കണം. അത് അയാളുടെ ബാധ്യതയാണ്. അതാണ് ഈ കോടതി പറയുന്നത്. അത് നീതിയാണോ? ഇത് സത്യത്തിൽ ഒരു ലിംഗവിവേചനമല്ലേ? ഒരമ്മ അബ്യൂസീവ് ആയാലും, കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും, കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ ഉള്ള ആളാണെങ്കിലും, അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആളാണെങ്കിലും, അമ്മ എന്നുള്ള വാക്കിൽ കോടതി കണ്ണടക്കിയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു അച്ഛൻ ഉറക്കെ സംസാരിച്ചാലോ വൈകാരികമായിട്ട് പെരുമാറിയാലോ അയാളെ അപകടകാരി എന്നാണ് കോടതി വിലയിരുത്തുന്നത്. ഇത് എന്ത് തരം ബാലൻസ് ആണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊരു തരത്തിലൊരു ബയാസ് അല്ലേ? ഇനി നമ്മുടെ സമൂഹം മൂടി വെക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സത്യം പറയട്ടെ. പല കസ്റ്റഡി കേസുകളിലും കുട്ടികളെന്ന് പറയുന്ന സ്നേഹത്തിന്റെ പ്രതീകമായിട്ടൊന്നും അല്ല അവർ കാണുന്നത്. അതായത് ശിക്ഷിക്കാൻ, പകരം വീട്ടാനുള്ള ഒരു ഉപകരണമായിട്ടാണ് കുട്ടികളെ കാണുന്നത്. ഒരു ടൂളാണ് കുട്ടികൾ. അച്ഛനായാലും അമ്മയാണെങ്കിലും കുട്ടികളെ കാണാൻ അനുവദിക്കാതിരിക്കുക, മീൻസ് ഡിവോഴ്സ് ആയെങ്കിൽ, സെപ്പറേറ്റ് ആയെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണർക്ക് കുട്ടികളെ കാണാൻ അനുവദിക്കാതിരിക്കുക, അവരെക്കുറിച്ചുള്ള വെറുപ്പ് കുട്ടികളിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇനി കുട്ടികളെ കാണണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇവർ പറയുന്ന എല്ലാ ഡിമാൻഡ്സും അംഗീകരിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥകളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് സത്യത്തിൽ കുട്ടികളുടെ സംരക്ഷണം അല്ലെന്നേ, അത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇത് ചെയ്യുന്ന അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവരെ ഒരു നല്ല പേരന്റ് എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇനി കണ്ണൂരിലെ വിഷയത്തിലോട്ട് വരാം. അയാളൊരു രക്ഷകനുമല്ല, ദുരന്ത നായകനുമല്ല. അയാൾ തകർന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾ തകർന്നു പോയപ്പോൾ സിസ്റ്റം അവരെ കണ്ടോ? അയാളുടെ മാനസികാവസ്ഥ ഒരു തവണയെങ്കിലും ഗൗരവത്തിലെടുത്തോ? ഇങ്ങനെയുള്ള കേസുകളിലെ മാനസികാരോഗ്യം എന്ന് പറയുന്ന കാര്യം കോടതിക്ക് സമൂഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷെ സമൂഹം അയാളോട് എന്തായിരിക്കും പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും അയാളോട് പറയാനുള്ള സാധ്യത? നീ ആണല്ലേ, എല്ലാം സഹിക്കേണ്ട ആളല്ലേ, നീ കരയരുത്, എല്ലാം ഉള്ളിൽ ഒതുക്കാനുള്ള കഴിവ് നിനക്ക് വേണം, അങ്ങനെയല്ലേ പറയുക സാധാരണ. പൊതുവെ ആണുങ്ങളോടുള്ള ഒരു സമൂഹത്തിന്റെ സമീപനം അങ്ങനെ തന്നെയല്ലേ? പക്ഷെ സ്വന്തം കുഞ്ഞിനെ കുറച്ച് നേരത്തേനാണേലും തന്നിൽ നിന്നും അകറ്റി നിർത്തുക എന്ന് പറയുന്നത്, അതിപ്പം അയാൾക്കൊരു ജോലിയുണ്ട്, ജോലിയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ അകന്ന് നിൽക്കുക എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അയാളുടെ ഫ്രീഡം, അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ എപ്പോൾ വന്നാലും കുട്ടികളെ കാണാം. കുട്ടികളെ കാണണമെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർമിഷൻ വേണം, അനുവാദം വേണം എന്ന് പറയുന്ന ഒരവസ്ഥ, കുട്ടികളെ കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. ആണുങ്ങൾ പൊതുവെ ഇത് പറയുന്നില്ലായിരിക്കും, അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കും അവരുടെ ഫീലിംഗ്. പക്ഷെ തകർന്നൊരു മനസ്സായിരിക്കും അവർക്കുണ്ടാകുക. കാരണം എനിക്കിത് മനസ്സിലാകും, കാരണം ഞാനൊരു അച്ഛനാണ്. പുറത്ത് കാണിക്കാത്ത വിഷമവും സങ്കടവും ഒന്നും ഇല്ല എന്നുള്ളതല്ല, അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവർക്ക് വിഷമമില്ലാത്തതൊന്നും അല്ല കാര്യം. ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവരേതെങ്കിലും നിയമം വയലേറ്റ് ചെയ്തോ? ഇല്ല. എന്താണ് അവർ ചെയ്തത്? രണ്ടുപേരുടെ, അതായത് അച്ഛൻ്റെ അമ്മയുടെയും ഈഗോയുടെ ഇടയിൽപ്പെട്ട് അവർ ഞെരിഞ്ഞമർന്നു. അതാണ് സംഭവിച്ചത്.
നമ്മുടെ കസ്റ്റഡി സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം ഇതാണെന്നേ. ഇത് പലപ്പോഴും പലർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല, അവർ മനസ്സിലാക്കാൻ തയ്യാറും അല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? പരിഹാരമുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധൈര്യം നിയമത്തിനും കോടതിക്കും സമൂഹത്തിനും ഉണ്ടോ? സത്യത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആക്കണം. കുഞ്ഞാരുടെ കൂടെയാണ് സേഫ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അല്ലാതെ ഡിഫോൾട്ടായിട്ട് അമ്മയുടെ കൂടെ എല്ലാ കുട്ടികളും സേഫാണ് എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഈ നിയമപരമായിട്ടോ അല്ലെങ്കിൽ കോടതി ഇടപെട്ടോ ഇത്തരത്തിലുള്ള ഒരു കാര്യമുള്ളത് മാറ്റിയെടുക്കണം. അമ്മയുടെ കൂടെയാണോ അച്ഛൻ്റെ കൂടെയാണോ സേഫ്, അല്ലെങ്കിൽ അവർക്ക് ഏതാണ് താല്പര്യം എന്നുള്ളത് ചെറിയ കുട്ടികളാണല്ലോ, അവരിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അന്വേഷിക്കണം, എന്താണ് അവരുടെ ക്യാരക്ടർ, എന്താണ് അവരുടെ ബിഹേവിയർ, എങ്ങനെയാണ് കുട്ടികളോട് അയൽക്കാരോട് ചോദിക്കുക, സമൂഹത്തിൽ ബാക്കി പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഇവർക്കൊക്കെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കാണും. അച്ഛനാണോ പ്രശ്നം അല്ലെങ്കിൽ അമ്മയാണോ പ്രശ്നം, കുട്ടികൾ എന്താണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അമ്മയാണ് പ്രശ്നമെങ്കിൽ ഡിഫാൾട്ടായിട്ടുള്ള അമ്മ ബെറ്റർ അമ്മ, അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ള മഹത്വമായിട്ടുള്ള അമ്മ എന്നുള്ള രീതിയിൽ അവരെ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ടോർച്ചറിങ് ഉണ്ടാകുകയില്ലേ. ഇനി അങ്ങനെ കസ്റ്റഡി കൊടുത്താൽ ഈ ഷെയർഡ് പേരന്റിങ് എന്നുള്ളത് നിർബന്ധമാക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് ആഴ്ചയിൽ 6 ദിവസം അമ്മയുടെ കൂടെ, 1 ദിവസം അച്ഛൻ്റെ കൂടെ. ഈ 1 ദിവസം കൊണ്ട് അച്ഛന് മക്കളെ കാണാൻ പോലും മര്യാദയ്ക്ക് പറ്റില്ല. പലപ്പോഴും ഇയാൾ ഒരു ദിവസം ആ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ പോലും 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനിടയ്ക്ക് കുട്ടികളല്ലേ, അവർക്ക് ഉറങ്ങണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ഉറങ്ങുമ്പോൾ നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈക്വൽ ആക്കണം. ഒരാഴ്ച അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ ഒരാഴ്ച അമ്മയുടെ കൂടെ നിൽക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അല്ലാതെ അമ്മയുടെ മാത്രം സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ കുട്ടികൾ. അച്ഛൻ്റെ അമ്മയുടെയും ഷെയർ ആയിട്ടുള്ള 2 പേർക്കും ഈക്വൽ അവകാശമുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അച്ഛൻ്റെ അമ്മയുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല. കുട്ടികളെന്ന് പറയുന്നത് സൊസൈറ്റിയുടെ പാർട്ടാണ്. കുട്ടികൾ സമൂഹത്തിൻ്റെയാണ്. കുട്ടികളെന്നല്ല, നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കസ്റ്റഡി കേസുകളിൽ ഈ പേരൻസിൻ്റെ, അതായത് അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ഇവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഇവരെ ഒരു കൗൺസിലിങ്ങിനോ എന്തെങ്കിലും വിധേയരാക്കിയിട്ട് എന്താണ് ഇവരുടെ മാനസികാവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തണം. ഇനി അത് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള കുട്ടികളെ, അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ കുട്ടികളെ ഒരു ഉപകരണമായിട്ട്, ഒരു ടൂളായിട്ട്, ആയുധമായിട്ട് ഉപയോഗിക്കുന്ന പേരന്റ്, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്കെതിരെ കർശന നടപടി എടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഡിഫോൾട്ടായിട്ട് ഏറ്റവും മോശം സ്ത്രീയാണ്, ഏറ്റവും പിള്ളേരെ അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിലും അമ്മയല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ മോശം കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഈ പറയുന്ന കാര്യം ആർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാലും ആർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും പറയാനുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. അമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾ ഒരിക്കലും ഒരു നല്ല പേരന്റ് ആകണമെന്നില്ല. പേരന്റ് ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അമ്മ എന്നുള്ള പേര് കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു കുഞ്ഞിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതേപോലെ അച്ഛൻ എന്നുള്ളത് കൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ കാര്യം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് വന്നൊരു കമന്റാണ്. ഞാൻ സത്യത്തിലെ എല്ലാ കമന്റുകളെയും വളരെ സഹിഷ്ണുതയോടെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആ കമന്റിന് റിപ്ലൈ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ കമന്റിന് ഞാൻ ഒരുപക്ഷെ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ചൊരു ക്രൂരമായി പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ല. ഇതായിരുന്നു അവർ ഉദ്ദേശിച്ച സംഭവം. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടപ്പം പറഞ്ഞത്, ഭർത്താവ് മരിച്ചതിന് ശേഷം അച്ഛൻ്റെ കുറവ് അറിയിക്കാതെ 2 പെൺമക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുട്ടികൾ ഒരിക്കലും അങ്ങനെ, അതായത് ഈ മാതൃത്വം എന്ന് പറയുന്നത് മാത്രം അത്ര മഹത്വമായ കാര്യമല്ല. മാതൃത്വവും പിതൃത്വവും ഒരുപോലെയുള്ള കാര്യമാണ്. രണ്ടാൾക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഈ മറുപടി വന്നത്. അതായത് അച്ഛനില്ലാത്ത കുറവ് വരുത്താതെ മക്കളെ വളർത്തുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ പറയില്ല. ഈ പറയുന്ന പോലെ മാതൃത്വം എന്താണെന്ന് മനസ്സിലാക്കിയവർ പറയില്ല. അവർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് മാതൃത്വം എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതിന് റിപ്ലൈ ചെയ്തില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാണ് ഈ പറയുന്ന മാതൃത്വമൊക്കെ ഇത്രയും വൈഡായിട്ട് വരാൻ തുടങ്ങിയത്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന, അല്ലെങ്കിൽ എത്ര കുട്ടികൾ, പ്രസവിക്കുന്ന കുട്ടികൾ ജീവനോടെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ പ്രസവിച്ച ശേഷം അമ്മ ജീവനോടെ ഉണ്ടായിരുന്നു? വളരെ കുറവായിരുന്നു. ഇത് നോർമലി ഒരു 25% നടക്കുന്ന കാര്യമായിരുന്നു. അതായത് ഒന്നെങ്കിൽ പ്രസവത്തോടെ അമ്മയും കുഞ്ഞും മരിക്കും, ഇല്ലെങ്കിൽ അമ്മ മരിക്കും കുഞ്ഞ് ജീവിക്കും, ഇല്ലെങ്കിൽ കുഞ്ഞ് മരിക്കും അമ്മ ജീവിക്കും, ഇല്ലെങ്കിൽ 2 പേരും രക്ഷപ്പെടും. ഇതൊരു 25% നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് അത് എത്രയുണ്ട്? ഇന്ന് സിസേറിയൻ കണ്ടുപിടിച്ചു. ഈസി ആയിട്ട് ഒരു കുഞ്ഞ്, മീൻസ് നോർമലി ഒരു ഡെലിവറി നടക്കില്ല എന്ന് തോന്നിയാൽ സിസേറിയൻ ചെയ്ത് അവരെ എടുക്കാൻ പറ്റും. അത് ആ മുറിവ് ഉണക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇതുപോലൊരവസ്ഥയിൽ ഈ പറഞ്ഞ ഈ കമന്റ് ഇട്ട ലേഡി, അവർ പ്രസവിച്ച സമയത്ത്, അവരുടെ ഏറ്റവും ഇളയ മകളെ പ്രസവിച്ച സമയത്ത് ഇവരാണ് മരിച്ചുപോയെന്ന് വിചാരിക്കുക. ഈ കുട്ടികളെ അച്ഛൻ മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് ഒരു മുലപ്പാൽ ഒരു തുള്ളി പോലും നുണയാൻ കഴിയാത്ത അവസ്ഥയിൽ ആ കുട്ടികളെ ഇയാൾ വളർത്തില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് വളർത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ എത്ര മക്കള്, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു 1-2 തലമുറ മുമ്പ് എത്ര ആൾക്കാർ അമ്മ പ്രസവത്തോടെ അമ്മ മരിച്ച എത്ര പേര് ജീവിക്കുന്നുണ്ട്, എത്ര പേര് വളർന്നിട്ടുണ്ട്? ഇതെങ്ങനെ വളരുന്നത്? അമ്മ ഉണ്ടെങ്കിലേ വളരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടെങ്കിലേ വളരാൻ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നതിലൊന്നും കാര്യമില്ല. അമ്മയുണ്ടെങ്കിൽ വളരുന്നതിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, അമ്മയില്ലാതെ വളരുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, അച്ഛനില്ലാതെ വളരുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട്. അത്തരത്തിലാണ് ചിന്തിക്കേണ്ടത്. ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലാതെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അമ്മയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള കാര്യത്തിനോട് ഞാൻ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അതിനിപ്പം ഈ പറഞ്ഞ പോലെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ 10 മാസം പ്രസവിച്ച കാര്യവും അല്ല 10 മാസം ചുമന്നുകൊണ്ട് നടന്ന കാര്യവും വേദന എടുത്ത് പ്രസവിച്ച കാര്യവും മുലപ്പാൽ കൊടുത്തതിൻ്റെ ലിറ്റർ കണക്കിനുള്ള കാര്യമൊന്നും നമുക്ക് പറയാനില്ല, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അച്ഛന്മാർക്ക് പറയാനില്ലാത്തതാണ് പ്രശ്നം. നമ്മൾ എന്തെടുത്തിട്ട് പറയും? പാൽ കൊടുത്ത കാര്യം പറയാൻ നമുക്കുണ്ടോ? ഇല്ല. വയറ് കീറിക്കൊള്ളുന്ന കാര്യം പറയാനുണ്ടോ? ഇല്ല. ഇതാണ് പ്രശ്നം. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ നോക്കിയിരിക്കും വയറിലേക്ക്. കാരണം കുഞ്ഞ് ചവിട്ടുമ്പം ഈ വയറ് അനങ്ങുന്നുണ്ടോ, ഇതെല്ലാം നോക്കിയിരിക്കും. എത്ര നേരം നോക്കിയിരിക്കാറുണ്ടെന്നറിയോ? കാരണം നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് അനങ്ങുമ്പം, കുട്ടി ചവിട്ടുമ്പം ഇതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഫീൽ ചെയ്യാതെ ഈ കുഞ്ഞിനെ വളരുന്നത് നോക്കി, ഈ കുഞ്ഞ് പുറത്ത് വരുന്നത് നോക്കി ഇരിക്കുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ, ചില സമയത്ത് സങ്കടം വരും നമുക്ക്. കാരണം ഈ ഒരു ഫീലും നമുക്ക് കിട്ടുന്നില്ലെന്നേ. ഈ തൊഴിക്കുന്ന ഫീല്, അനങ്ങുന്ന ഫീല്, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഭാരം, ഇതൊന്നും കിട്ടുന്നില്ല. ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ നമ്മൾ കൊണ്ടു നടക്കുക, നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് അല്ലേ? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അച്ഛന്മാര് യാതൊരു ഫീലിംഗ് അനുഭവിക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഡെലിവറി ഈ ചുമന്നുകൊണ്ട് നടക്കുന്നില്ലായിരിക്കും, സമ്മതിച്ചു. ഈ പ്രസവത്തിന്റെ വേദന ഇല്ലായിരിക്കും, സമ്മതിച്ചു. പക്ഷെ അതിനേക്കാളും വലിയ മാനസിക അവസ്ഥകളിലൂടെയാണ് ഈ അച്ഛന്മാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് റിലേറ്റഡ്, അല്ലെങ്കിൽ അതിനോട് സാമ്യപ്പെടുത്താൻ പറ്റുന്ന പല കാര്യങ്ങളിലും അച്ഛന്മാർക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സ്റ്റഡീസ് ഇപ്പം വരുന്നുണ്ടല്ലോ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് മാറും. അത്തരത്തിൽ മാറിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പം എന്നെ അറിയാവുന്ന ആൾക്കാർക്കോ കുറെ കാലം മുമ്പ് വരെ എന്നെ അടുത്തറിഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയർ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്കുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്. ഇതൊരു കാര്യം അഫക്റ്റ് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാകാൻ പറ്റുക? ഈ നമുക്ക് അത്ര നാളുണ്ടായിരുന്ന ഒരു ഹൈപ്പർ ആക്റ്റീവ് ടെൻഡൻസിയോ, ഒരു ദേഷ്യമോ കാര്യങ്ങളോ, ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പൊടുന്നനെ എങ്ങനെയാണ് മാറുക? മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ ആണുങ്ങളിൽ സംഭവിക്കുന്നുണ്ടാവാം. അതാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഡിഫാൾട്ടായിട്ട് കോടതി നിയമങ്ങളും അമ്മയുടെ കയ്യിലാണ് കുഞ്ഞ് സേഫ് എന്നെങ്ങനെ ചിന്തിക്കാൻ പറ്റുക? ഈ സംഭവത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ അവിടെ അമ്മ ഉപദ്രവിക്കുന്ന ഒരു ആളായിരുന്നു, അമ്മയുടെ കൂടെ പോകാൻ കുഞ്ഞുങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കോടതി വിധിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അയാൾ ചെയ്ത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് ആ കുഞ്ഞുങ്ങളുടെ അവകാശമായിരുന്നു. അയാളത് നിഷേധിച്ചു. പക്ഷെ അയാൾ നിഷേധിച്ചിട്ട് അയാൾ മരിച്ചു. അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നിരിക്കാം. അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അമ്മയുടെ ഭാഗത്തുള്ള ഒരു അല്ലെങ്കിൽ അമ്മയുടെ ഒരു വേഷം നമ്മൾ കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാൻ പറ്റുകയെന്നറിയാം. പക്ഷേ എനിക്ക് ആകെപ്പാടെ ഒരു കാര്യം പറയാനുള്ളൂ. അമ്മയാണ് എന്നുള്ളത് കൊണ്ട് ഒരു നല്ല പേരന്റും ആകില്ല, അച്ഛനാണ് എന്നുള്ളത് കൊണ്ട് അവർ ഒരു മോശം പേരന്റ് ആകണമെന്നില്ല. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ ഈക്വലായിട്ട് ചിന്തിക്കണം. എല്ലാ കാര്യത്തിലും ഈക്വാലിറ്റി പറയുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രം എന്താ ഈക്വാലിറ്റി ഒന്നും ഇല്ലാത്തത്? ഈക്വലായിട്ട് ചിന്തിക്കണം. കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഏറ്റെടുക്കണം. അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഏറ്റെടുക്കണം. അവകാശങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെയാണ്. അല്ലാതെ പ്രസവിച്ചു എന്നുള്ള കാരണം കൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് അവകാശം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഇതാണ് ഈ കാര്യത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. നന്ദി.